ഹലോ ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എടി കൊച്ചെ, നമ്മൾ ഇതുവരെ കാര്യങ്ങൾ തീരുമാനിച്ചത് കൊണ്ടൊക്കെ തന്നെയാ പോകുന്നത്. ഇനിയും വേണം നമ്മൾ സൂക്ഷിക്കാൻ, മനസ്സിലായോ? എടി, അവരിപ്പം നിങ്ങളുടെ വീടിന്റെ വാതിക്കേ വരും. നീ ഒന്നും അറിയാത്തത് പോണക്ക് പുറത്തോട്ട് ഇറങ്ങി നിൽക്കേ. എന്നിട്ട് നീ കയ്യോടെ അവരെ സുഹാസിനി ചേച്ചിയൊക്കെ കൊണ്ടു നിർത്ത. ബാക്കിയെല്ലാം അവര് നോക്കിക്കോളും. ഞാൻ പറഞ്ഞ മനസ്സിലായോ നിനക്ക്? ഹലോ എടി കൊച്ചെ, നീ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നീ എന്താടി കൊച്ചെ മിണ്ടാതിരിക്കുന്നത്? നീ റൂമിനകത്തിരിക്കുവാണോ? നീ പുറത്തോട്ട് ഇറങ്ങിച്ചല്ലേ. എടി, അവിടെ റേഞ്ച് ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ പറയുന്നൊന്നും കേൾക്കാത്തത്. നീ ഇറങ്ങി മുമ്പിലോട്ട് ഇറങ്ങിച്ചല്ലേ വീടിന്റെ. എടി, കുറച്ചുകൂടെ കഴിയുമ്പത്തേനും ഒന്നും അറിയാത്ത രീതി ഞാൻ നിങ്ങൾ വീട്ടിലോട്ട് വരാമെന്ന്. നീ സുരഭിയുടെ കാര്യം ഓർത്ത് ഒന്നും വിഷമിക്കണ്ടെന്ന്. ഞാൻ അവളെ ഒടിച്ചു മടക്കി ഏതെങ്കിലും മൂലക്ക് ഇട്ടോളാം. ഇപ്പോഴാകുമ്പം പ്രതീക്ഷയും പ്രക്ഷോഭവും ഒന്നും ഇല്ലാത്ത സമയമല്ലേ. ഗോൾഡൻ ചാൻസ് ആയിട്ട് കരുതിയാ മതി. ഞാൻ പറയുന്നത് വല്ല നീ കേൾക്കുന്നുണ്ടോ? ആ ശരി എന്നാ. അമ്മയും മോളും കൂടെ എന്തോ പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്. ശരിയായി കൊടുക്കാം. സുഹാസിനി മേഡത്തൊന്ന് കാണുമായിരുന്നു. ഒരു 5 മിനിറ്റ് അപ്പോയിന്റ്മെന്റ് കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. ആരാന്നൊന്ന് പറഞ്ഞിരുന്നേ? റെയിൻബോ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ മതി. മേഡം അകത്തുണ്ടോ? ഉണ്ട്, വന്നോളൂ. ഞാൻ ഡോക്ടറിലോ ആണ്. വരൂ. മേഡം, ഞാൻ സോഹൻ രാജ്, റെയിൻബോ ബിൽഡേഴ്സിന്റെ മാർക്കറ്റിംഗ് മാനേജറാണ്. ശരി. ഇത് മിസ്റ്റർ രഞ്ജിത്ത്, ഞങ്ങൾ തന്നെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ്. നിങ്ങളെ വന്ന കാര്യം വേഗം ഒന്ന് പറഞ്ഞിരുന്നേ, അമ്മയ്ക്ക് ഇച്ചിരി ധൃതിയുള്ളതാ. അതെ മാഡം, ഈ പുതുവർഷത്തില് റെയിൻബോ ബിൽഡേഴ്സ് വളരെ അട്രാക്റ്റീവായ ഒരു ഓഫർ വെച്ചിട്ടുണ്ട്. ശരി. അതായത് പണിയെല്ലാം പൂർത്തിയായി റെഡി ടു ഒക്യുപ്പൈ കണ്ടീഷനിൽ നിൽക്കുന്ന ഹൗസസ്, അപ്പാർട്ട്മെന്റ്സ്, അതിൻ്റെ എല്ലാം ഈ മാസം, അതായത് ഈ മാസം എൻഡിന് മുൻപായി ഇന്റീരിയർ എമൗണ്ട് കംപ്ലീറ്റ് 100% ഡിഡക്ഷൻ ആയിട്ട് ഞങ്ങൾ തരും. ഗുഡ്. ഇതൊരു സ്വപ്നതുല്യമായ ഓഫറാണ് മാഡം. ഇവിടെ നിന്നൊരു 100 മീറ്റർ മാറി മുഴുവൻ ജോലിയും തീർത്ത ബിൽഡിങ്സ്. ഇതൊരു ന്യൂ ഇയർ ഗിഫ്റ്റായി മാഡം സ്വീകരിക്കണം പ്ലീസ്. എന്റെ പൊന്നനിയന്മാരെ, തൽക്കാലം എനിക്ക് കയറി കിടക്കാനായിട്ട് ഒരു വീടുണ്ട്. അല്ല, ഒന്നല്ല, എനിക്കൊരു 3-4 വീടുണ്ട്. പിന്നെ നമുക്ക് പ്രായം ഇത്രയൊക്കെ ആയില്ലേ, പിള്ളേരൊന്നും ഇങ്ങ് വരട്ടെ. കാരണം മക്കള് 2 പേരുമായിട്ട് ആലോചിച്ച് അവരെന്ത് പറയുന്നോ അതുപോലെ ഞാൻ ചെയ്യാം. അമ്മ, അവരെന്താ പറഞ്ഞെന്ന് വെച്ചാ, നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു വില്ല പണി തീർത്ത് അതിന്റെ ഇന്റീരിയറിന്റെ വർക്കിന്റെ എല്ലാ പൈസയും അവർ ഡിസ്കൗണ്ട് ചെയ്ത്, അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം ഡിസ്കൗണ്ട് ചെയ്ത് അവര് തരാന്നാ പറയുന്നത്. ലാഭം പക്ഷെ അത് നമുക്ക് മക്കളോട് ചോദിക്കണമല്ലോ. തീർച്ചയായിട്ടും വേണം. അതെ അതെ അതെ. പ്രസവവും പ്രതീക്ഷവും ഇങ്ങ് വന്നോട്ടെ. അവരിഞ്ഞ് എത്തിക്കഴിഞ്ഞാല് ഞങ്ങൾ എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ച് തീർച്ചയായിട്ടും ഒരു അനുകൂലമായ നിലപാടാണെങ്കിൽ ഉടൻ തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കും. നിങ്ങളുടെ നമ്പറോ കോണ്ടാക്റ്റോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തരിക. പക്ഷെ ഇതിനിടയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ആ വീട് വാങ്ങിക്കാനായിട്ട് ഉദ്ദേശമുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കാൻ പോവാണെന്നൊക്കെ നിങ്ങളോട് ഇത് ആരാ പറഞ്ഞേ? അത് മാഡം, ഞങ്ങൾ കേരളത്തിൽ 200ഓളം വീടുകൾ പണി കഴിപ്പിച്ച് കഴിഞ്ഞു. അപ്പം കൊല്ലത്തുള്ള ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഡീറ്റെയിൽസ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു. അതിൽ മാഡം ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതാണ് അമ്മ ലൈക്ക് ചെയ്തല്ലേ. അത് മാത്രമല്ല മാഡം, മാഡത്തെ പോലുള്ള ആളുകളെ അന്വേഷിച്ച് കണ്ടെത്തി ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആക്കുമ്പോ ഞങ്ങളുടെ ബിൽഡേഴ്സിന് ഒരു പ്രിവിലേജ് അല്ലേ മാഡം? പിന്നെ തീർച്ചയായിട്ടും. ഏതായാലും ശരി, മക്കള് വരട്ടെ. ആ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യക്കുറവൊന്നും ഉണ്ടായിട്ടല്ല. മക്കളുടെ കൂടെ അഭിപ്രായം ഒന്ന് അറിഞ്ഞിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യാം. എനിക്ക് അതൊന്ന് അയച്ചു തരണം. ഉടനെ വേണ്ട, ആലോചിച്ചിട്ടൊക്കെ മതി. പിന്നെ ഫേവറായിട്ടുള്ളൊരു റിപ്ലൈ വേണമായിരുന്നു. ഞങ്ങളുടെ റെസ്പോൺസ് അത് അറിയിക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ വാട്സപ്പ് നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ID എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഞങ്ങളുടെ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസും ഇതെല്ലാം മാഡത്തിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഞങ്ങൾ അയച്ചിട്ടുണ്ട്. ഓ ശരി ശരി, മതി. അത് മതി. താങ്ക് യു. ഞങ്ങൾ ഇറങ്ങിയ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.